ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി. ഇന്ന് നമുക്ക് ചിന്തയ്ക്കാധാരമായ ദൈവവചനം ദേവാലയത്തിൻ്റെ ശുദ്ധീകരണത്തെക്കുറിച്ച് മത്തായി സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 12-13 വചനഭാഗത്തും ലൂക്കോസ് വിശേഷത്തിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ 45-46 വചനഭാഗവും മർക്കോസ് വിശേഷം 11-ാം അധ്യായത്തിൻ്റെ 17-ാം വചനഭാഗത്തും ലോകമെങ്ങും പാർത്തിരിക്കുന്ന യഹൂദന്മാര് ഏറ്റവും പ്രധാനപ്പെട്ട 3 പെരുന്നാളുകളെ ആഘോഷിക്കാൻ വേണ്ടി യെരുശലേം ദേവാലയത്തിലേക്ക് എത്തുക പതിവായിരുന്നു. 1 പെസഹ പെരുന്നാൾ, 2 പെന്തക്കോസ്ത പെരുന്നാൾ, 3 കൂടാര പെരുന്നാൾ. ഈ 3 ആഘോഷങ്ങൾക്കുമായി അവർ പ്രധാനമായും യെരുശലേം ദേവാലയത്തിലേക്ക് വരും. പെരുന്നാളിൻ്റെ സമയത്ത് യേശു ദേവാലയത്തിൽ ചെന്ന സന്ദർഭമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഇത് ബെഥനിയായിൽ നിന്ന് ആഘോഷപൂർവമായിട്ടാണ് ഇവർ യെരുശലേമിലേക്ക് യാത്ര ചെയ്യാൻ ഇടവരുന്നത്. അങ്ങനെ യേശു ദേവാലയത്തിലേക്ക് കടന്നു ചെന്നപ്പോഴാണ് യാഗവസ്തുക്കൾ വിൽപ്പനയ്ക്ക് വേണ്ടി വെക്കുന്നത് കാണാൻ കഴിഞ്ഞത്. 1 ആട്ടിൻകുട്ടികൾ, കാളക്കിടാങ്ങൾ, പ്രാവുകൾ. ഇതിനെ വിൽപ്പന നടത്തുകയും ഏർപ്പാട് ചെയ്യുന്നവരെയും നാണയം മാറ്റക്കാരെയും എല്ലാം കണ്ടിട്ട് ഈ കാഴ്ച യേശുവിനെ ക്ഷുഭിതനാക്കി. 1 യേശു അവിടെ ചെയ്ത കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും പുറത്താക്കി. യേശു ആദ്യം ചെയ്തത് അവരെ അവിടെ നിന്ന് പുറത്താക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാവ് വിൽക്കുന്നവരുടെ പീഠങ്ങളെയും യേശു മറിച്ചു കളഞ്ഞു. 3-മതായി യേശു ദേവാലയം എന്തിനാണ് ഇങ്ങനെ ശുദ്ധീകരിക്കുന്നതിനെ കുറിച്ച് പറയാനിട വന്നു. അവൻ ആരാധിക്കുവാനുള്ള, കർത്താവായ യേശുവിനെ ആരാധിക്കാനുള്ള സ്ഥലമാണ്, ദൈവത്തെ ആരാധിക്കാനുള്ള സ്ഥലമാണ് ആലയം. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ഇത് കള്ളന്മാരുടെ ഗുഹയാക്കാനല്ല, കള്ളത്തരങ്ങൾ നടത്തേണ്ട സ്ഥലമല്ല ഇതെന്ന യേശു പറഞ്ഞത്. ആത്മീയ സന്തോഷം പങ്കുവയ്ക്കുവാനും ആത്മാവി ദൈവത്തെ ആരാധിക്കുവാനുമുള്ള സ്ഥലത്ത് കച്ചവടം നടത്തുന്ന മനുഷ്യരെ ചിലപ്പോഴൊക്കെ കാണാൻ കഴിയും. സഭയ്ക്ക് കൊടുക്കുന്നതിൽ നിന്ന് കൈയിട്ട് വരുന്ന മനുഷ്യരുണ്ട്. സഭയ്ക്ക് കൊടുക്കാൻ മടി കാണിച്ച് സഭയിൽ പോകാത്ത മനുഷ്യരുണ്ട്. തൻ്റെ അധ്വാനത്തിൻ്റെ ഒരു ഓഹരി പോലും ആർക്കും കൊടുക്കാതെ കൊടുത്താൽ കുറഞ്ഞു പോകുമെന്ന് വിചാരിക്കുന്ന മനുഷ്യരുണ്ട്. എന്നാൽ ദേവാലയത്തിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി യാഗവസ്തുവായി കൊണ്ടുവന്ന മൃഗങ്ങളെ കച്ചവടം ചെയ്ത് ലാഭമുണ്ടാക്കാൻ നോക്കുന്നിടത്ത് കർത്താവ് പറയാണ്, ഈ ഓരോ മൃഗവും ആ മനുഷ്യന്റെ പാപത്തിന് യാഗമായി അർപ്പിക്കാൻ വേണ്ടിയാണ്, അതിൻ്റെ രക്തമാണ് ഒഴുക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മുടെ പാപത്തിന് വേണ്ടി എന്നേക്കുമായി ഒരു യാഗം കാൽവരി ക്രൂശിൽ കഴിക്കുവാൻ കർത്താവ് ഇടവന്നു. സകല മനുഷ്യർക്ക് വേണ്ടിയാണ് കർത്താവ് യാഗം കഴിച്ചതെങ്കിലും വിശ്വസിച്ച് ഏറ്റുപറയുന്നവർ മാത്രമേ കർത്താവിൻ്റെ ആ സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിപ്പെടാൻ ഇടയാകത്തുള്ളൂ. സന്തോഷത്തിൻ്റെ ഒരു പൂർണ്ണത എങ്ങനെയാണ്? എൻ്റെ പാപങ്ങൾ മുഴുവനും വഹിച്ച യേശു. കർത്താവ് ദേവാലയത്തിൻ്റെ അകത്ത് കയറി ശുദ്ധീകരിച്ചെങ്കിൽ ഇന്ന് കൊരിന്ത്യരുടെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വചനം പറയുകയാണ്, നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? കാരണം ദൈവത്തിൻ്റെ ആലയം എവിടെയാ? നമ്മുടെ അകത്ത്. ഇവിടെ കള്ളവോ കവർച്ചയോ ഇവിടെ കള്ളത്തരങ്ങളോ ഒന്നും നടക്കാൻ ഇടയാകരുത്. ഇടയായിട്ടുണ്ടെങ്കിൽ ചാട്ടവാർ എടുക്കും കർത്താവ്.
പുറത്താക്കും. സക്കായി എന്ന മനുഷ്യൻ, ടാക്സ് പിരിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ, യേശുവിനെ കാണാനൊന്ന് ആഗ്രഹിച്ചപ്പോൾ യേശു അവന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട്, സക്കായി വേഗം ഇറങ്ങി വാ. സക്കായിയുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകുന്നതാ കാണാൻ കഴിയുന്നത്. കാരണം പറഞ്ഞതിനേക്കാൾ കൂടുതലല്ലേ നീ ചെയ്തത്, പറഞ്ഞത് മാത്രം ചെയ്താൽ മതി. കർത്താവ് എന്തു പറഞ്ഞോ അത് മാത്രം നമ്മൾ ചെയ്താൽ മതി. നമുക്ക് എന്തു ജോലിയാണോ ചെയ്യാനുള്ളത് ആ ജോലി ചെയ്താൽ മതി. കണ്ടോ, അധികം പിരിച്ചവൻ അവന്റെ സ്വത്തിന്റെ പകുതിയും പിടിച്ചു പറിച്ചതിന്റെ 4 ഇരട്ടിയും മടക്കി കൊടുത്തപ്പോൾ ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നെങ്കിൽ ആ ഭവനം ശുദ്ധീകരിക്കപ്പെട്ടു എന്നാണ് അർത്ഥം. ഞാൻ ശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ എൻ്റെ ആലയത്തിന് ശുദ്ധീകരണം ഉണ്ടാകണം. നമുക്ക് നമ്മുടെ ആലയമായ നമ്മുടെ ജീവിതം, നമ്മുടെ ശരീരം, നമ്മുടേതായ അവസ്ഥകളെല്ലാം യേശുവിന്റെ കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ സ്വർഗീയ കരം വെച്ച് അനുഗ്രഹിക്കണം. യേശു മഹത്വം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.